ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കർക്കിടക മാസത്തിലെ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കർക്കിടകമൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പാണ് രാവിലെ, എന്നാലും ഞാൻ എഴുന്നേറ്റു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പ്രകൃതി ആസ്വദിച്ച് നിന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇനി ഇഷ്ടം പോലെ പണികളുണ്ടെന്ന്. സോ ഞാൻ രാവിലെ തന്നെ മോപ്പ് എടുത്തിട്ട് എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വിളക്ക് വെച്ചു. അപ്പോൾ അമ്മ രാമായണം വായിക്കുന്നുണ്ട്. കർക്കിടക മാസത്തിൽ രാവിലെ രാമായണം വായിക്കുന്നത് കേൾക്കാനായിട്ട് പ്രത്യേക ഒരു ഫീലാണല്ലേ. നമുക്ക് രാവിലെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അങ്ങനെ അമ്മയുടെ രാമായണ വായന കഴിഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടി കൂടിയിട്ട് അമ്പലം വരെ ഒന്ന് പോയിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഒരു ശിവൻ്റെ ക്ഷേത്രത്തിലാണ് പോയത്. ശേഷം വീട്ടിലെത്തി രാവിലെ ചായ വയ്ക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാനാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാൻ വിചാരിച്ചു ഇന്നലെ നമ്മൾ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയും അതിൻ്റെ കൂട്ടത്തിൽ പൂരി മസാലയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അടിപൊളി കോംബോയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാതും. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ദോശ അല്ലെങ്കിൽ നെയ് റോസ്റ്റ് മസ്റ്റാണ് ഗൈസ്. എന്താണെന്നറിയില്ല, അത് കഴിച്ചാലാണ് എനിക്കൊരു പ്രത്യേക വൈബ് കിട്ടും. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പൂരി മസാലക്കറിയുടെ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ മറ്റൊരു വീഡിയോയിൽ. അപ്പോൾ ദോശയും ചുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കറക്റ്റ് റൗണ്ടായി തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ദോശയും മസാലക്കറിയും കൂടി കഴിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു. അപ്പോഴാണ് ചിന്തിച്ചത്, ഇപ്പം പോയി അടുക്കളയിൽ കയറിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് പട്ടിണിയാവുന്നുള്ളത്. വേറെ എന്തില്ലെങ്കിലും ഞാൻ സഹിക്കും ഗൈസ്, പക്ഷെ ഫുഡില്ലെങ്കിൽ ഫുഡ് മുഖ്യമാണ് ബീലെ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അരി അടുപ്പത്തിട്ടു കേട്ടോ. പിന്നെ എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഓർത്തത് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും സാലഡും ഉണ്ടാക്കാമെന്ന്. അപ്പം അതും റെഡിയാക്കി എടുത്ത് ഞാൻ നല്ല ഉച്ചയ്ക്ക് അടിപൊളിയായിട്ടൊരു ലഞ്ച് കഴിച്ചു കേട്ടോ. ആഹാ, സംഭവം കിടുവായിരുന്നു. ഞാൻ എന്നെ തന്നെ പൊക്കുന്നതല്ല, സംഭവം ശരിക്കും കൊള്ളായിരുന്നു. അങ്ങനെ കുറച്ച് അരവണയും കഴിച്ച് ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. പിന്നെ എഴുന്നേറ്റപ്പോഴേക്കും തുണിയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പെറുക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ പോണു ഒരു കാക്ക, അതിനെ നോക്കി. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില പറിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു കിച്ചൺ ഗാർഡൻ ഉണ്ട്. സോ ഞാൻ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു. അപ്പോഴാണ് നമ്മുടെ ചെക്കൻ വരാറായി എന്ന് വിചാരിച്ചത്. അപ്പോൾ അവൻ വരുമ്പോഴേക്കും ഞാൻ കാപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവന് കാപ്പിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അതും റെഡിയാക്കി വെച്ചിട്ട് അലക്കാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതും വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ വരാറായി. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം അവനെയും കാത്തിരുന്നു കേട്ടോ. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ. അങ്ങനെ അവൻ വന്നിട്ടുണ്ട് കേട്ടോ. അവൻ വന്നാൽ ഉടനെ കടയിൽ കയറി എന്തേലും മേടിക്കാതെ വീട്ടിലോട്ട് വരത്തില്ല. അതവനൊരു ശീലമായിപ്പോയി. പിന്നെ ഞങ്ങൾ ചായയും ഈ ചോളവും കഴിച്ചു കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ് ചോളം. അങ്ങനെ അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്ന ഉഴുന്നുവടയും ഉള്ളിവടയൊക്കെ കഴിച്ച് വയറ് ഫുള്ളാക്കി കേട്ടോ. അപ്പോഴാണ് ഞങ്ങളുടെ ഇടയിലെ വലിയൊരു കലാകാരനെ ഞാൻ കണ്ടുപിടിച്ചത്. ഇതേത് തരത്തിലുള്ള പെയിൻറ്റിംഗ് ആണെന്ന് ചോദിച്ചിട്ട് അവന് എന്നെ അറിയണില്ല കേട്ടോ. അനങ്ങാതിരുന്നോ, ഇന്നീ മീശമ ഞാനൊരു താജ്മഹാൾ പണിയും. അനങ്ങിയാലത് കുത്തബ് മീനാറാകും. അങ്ങനെ 6:15 നമ്മൾ വിളക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ നാമം ജപിച്ച് കഴിഞ്ഞ് നമ്മൾ കൂടുതലും രാത്രി കർക്കിടകക്കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പം അതിന് വേണ്ടിയിട്ട് കഞ്ഞിക്കൂട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ.
അങ്ങനെ കഞ്ഞിയും കുടിച്ച് ഞങ്ങൾ കടന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.